അങ്ങനെ രാവിലെ വന്ന് വീണ്ടും പണിക്ക് കയറി കുറച്ച് നേരമായിട്ടോ. അപ്പുറത്ത് ഞാനും ഒരാൾക്ക് വയ്യ പറഞ്ഞു കൊടുക്കുക, അവിടെ പോയി യൂട്ടേൺ അടിച്ചാൽ മതി നിൽക്കുക. എന്താണെന്ന് മനസ്സിലാകാതെ നിപ്പൂർ ആ സൈഡിൽ ഇരിപ്പുണ്ട്. അങ്ങനെ നിപ്പൂറിനൊന്നും മനസ്സിലായില്ല എങ്ങോട്ടാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. അവൻ്റെ ഗൂഗിൾ മാപ്പ് വർക്ക് ചെയ്യുന്നില്ല. അവൻ ഫോട്ടോയൊക്കെ കാണിച്ചിട്ട് ഞാനും സ്ഥലം പറഞ്ഞു കൊടുത്തു. കുറച്ച് നേരം കഴിഞ്ഞിട്ടോ ഒരു വണ്ടി വന്നു. ഇന്ന് ലീവായതുകൊണ്ട് പൊതുവെ വണ്ടി കുറവായിരുന്നു കേട്ടോ, നോമ്പുമല്ലേ. ഞാനും അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, വണ്ടി വരണോ നോക്കി. നിപ്പൂർ ഇപ്പുറത്തുണ്ട്. അങ്ങനെ കുറച്ച് നേരം കൂടെ കഴിഞ്ഞ് ഒരു വണ്ടി വന്നു ഞാനിൻ്റെ അടുത്ത്, ഒരു പാകിസ്ഥാനി. അവൻ പെട്രോളൊക്കെ അടിച്ച് പോയി. പിന്നെ ഒരു വണ്ടി വന്നു, അവന് ടിപ്പർ, അവനങ്ങോട്ട് പോയി. പിന്നെ ഞാൻ അൻപറുണ്ട് ചില്ലറൊക്കെ വേണമെന്ന് ചില്ലറും കുറഞ്ഞു വന്നു. അത് കഴിഞ്ഞ് മുപ്പൂറിൻ്റെ അടുത്ത് ഒരു വണ്ടി കൂടി വന്ന് മുപ്പൂർ അടിച്ചു. പിന്നെ വലിയൊരു വണ്ടി വന്നു എടുത്തു. അത് ഞാനൂന് വെയിലുള്ളതിനുള്ളൊരു പണിയായിരുന്നു. ഞാനും അങ്ങനെ പോയി. പിന്നെ ഒരു പാകിസ്ഥാനി വന്ന് പെട്രോൾ അടിച്ച്, അവന് ഗ്ലാസ്സൊക്കെ തുടങ്ങി. അവൻ ഗ്ലാസ് അടിച്ചു. എൻ്റെ അടുത്തൊരു വണ്ടി വന്ന് ഒരു V-Power അടിച്ചു. ഞാനതിൻ്റെ പോയിൻ്റൊക്കെ എടുത്തിട്ടോ. V-Power അടിച്ചാൽ കുറച്ച് പോയിൻ്റൊക്കെ കയറി വന്നത്. അങ്ങനെ കുറച്ച് നേരം കൂടി സമയങ്ങളൊക്കെ പോയി. ചൂടങ്ങനെ ഒരു വഴിക്ക് പോകുന്നു, നമ്മളങ്ങനെ ഒരു വഴിക്ക് പണിയെടുക്കുന്നു. കുറച്ച് നേരം അങ്ങനെ കഴിഞ്ഞു. പിന്നെ ഭക്ഷണമൊക്കെ കഴിക്കാറായി. ഞങ്ങൾ ഭക്ഷണം കഴിച്ച് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുവന്ന പുട്ടും വിനോദ് ഗ്രീൻ പീസും കൊണ്ടുവന്ന് ഒരു ചായ മേടിച്ച്. അടിപൊളി പുട്ടായിരുന്നു കേട്ടോ. പുട്ട് കഴിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കൂടി ഞങ്ങൾ കൈ കഴിഞ്ഞ് റെസ്റ്റ് എടുത്തപ്പോൾ അടുത്ത വണ്ടി വന്നു. അങ്ങനെ 2 വണ്ടി അടിച്ച് കഴിഞ്ഞു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കടകളൊക്കെ ഓപ്പണാക്കി. 2 സൂപ്പർ മാർക്കറ്റ് ഓപ്പണായി, ബാറ്ററി കട ഓപ്പണായി, കാർ വാഷിൽ വണ്ടിയൊക്കെ തുടച്ച് എല്ലാവരും കയറ്റിയിട്ടു. അങ്ങനെ നെജിമലിൻ്റെ അടുത്തൊരു ബേക്കറിക്കാരനൊക്കെ വന്ന് അവൻ ബേക്കറി സാധനമൊക്കെ കടയിലോട്ട് മാറ്റി വെച്ചു. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിട്ടോ. ഓക്കെ.